സോ ഹായ് മഗൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും എജ്യൂപോർട്ട് സ്വാഗതം. മുഞ്ചിത് സാറാണ്. നമ്മുടെ ഒന്നാമത് ചാപ്റ്റർ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ദ ഗുഡ്നസ്, നട്ട് നനക്കാം നന്മകൾ കൊയ്യാന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വിക്ക് റിവിഷൻ ഒരു സമ്മറി ക്ലാസ് ആണിത്. ഈ എക്സാമിന് വേണ്ടി പഠിക്കാൻ എൻ്റെ മക്കൾ ഈ വീഡിയോ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാനോ അതല്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ പറ്റി മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടോ എൻ്റെ മക്കൾ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തുക. ആൻഡ് സ്വാഭാവികമാണ്, ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. സോ ഡൗട്ട് തീർക്കാൻ വേണ്ടി എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ ഏറ്റവും അവസാനം സാറിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ആൻഡ് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, സാർ ഇതൊരു റിവിഷൻ പോലെയാണ് ക്ലാസ് എടുക്കുക. എല്ലാ ടോപ്പിക്കിൻ്റെ എല്ലാ ഡെപ്തോട്ടൊന്നും പോകും. സോ മക്കൾസ് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ കണ്ട് എന്ത് ചെയ്യാം, ഇതൊന്നും ഫുൾ സെറ്റ് ആക്കി എടുക്കാം. ഒരു പൊളപ്പൻ റിവിഷൻ ആണോ. സോ മക്കൾസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലേക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആരൊക്കെയാണെന്ന് നോക്കാം അല്ലേ. എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ഫാമിംഗ് മെത്തേഡുകളുണ്ട്, വ്യത്യസ്ത കൃഷി രീതികളുണ്ട്. ദെൻ ഡൈവേഴ്സിറ്റി ഇൻ ഫാമിംഗ്, കൃഷിയിലെ വൈവിധ്യം. ദെൻ അടുത്ത മക്കൾ നോക്കിയേ, അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളപ്രയോഗം. ദെൻ ഡിഫറെൻറ്റ് പ്ലാന്റിംഗ് മെത്തേഡ്, വ്യത്യസ്ത നടീൽ വസ്തുക്കൾ. സ്മാർട്ട് ഫാമിംഗ് തന്നെ. ദെൻ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഭൗമ സൂചിക പദവി. റെഡിയല്ലേ മക്കളെ? സോ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് പോകാം. ഡിഫറെൻറ്റ് ഫാമിംഗ് മെത്തേഡുകളുണ്ട്. സോ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് പരിമിതമായ ചിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷി ചെയ്യപ്പെട്ട ഒന്നാണ് എന്ത്, ചാക്കിലെ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ചാക്കും കുറച്ച് മണ്ണും ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ വൃത്തിയായിട്ട് ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്താണ് മക്കളെ അക്വാപോണിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ജലത്തിൽ തന്നെ സസ്യങ്ങളെയും മീനുകളെയും കൃഷി ചെയ്യുന്ന കൃഷി രീതിയുടെ പേരാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു കൃഷി രീതിയാണ് പെറ്റ് ബോട്ടിലെ ഫാമിംഗ്. പെറ്റ് മീൻസ് പ്ലാസ്റ്റിക്, അങ്ങനെ ചിന്തിച്ചാൽ മതി. സോ പ്ലാസ്റ്റിക് ബോട്ടിലെ കൃഷിയാണ് പെറ്റ് ബോട്ടിൽ ഫാമിംഗ്. ദെൻ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുത്തനെ ലംബമായി മുകളിലോട്ട് ഇങ്ങനെ കൃഷി ചെയ്യുക. ഇതാണ് മക്കളെ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. വളരെ കുറഞ്ഞ സ്ഥലം ഇതിനാവശ്യമുള്ളൂ കേട്ടോ. ദെൻ ചെടിച്ചട്ടിയിലെ പോട്ട് കൾട്ടിവേഷൻ, സ്ഥിരമായിട്ട് നമ്മൾ നാട് ഉപയോഗിക്കുന്ന ഒരു കൃഷി രീതിയാണ് ചെടിച്ചട്ടിയിലെ കൃഷി അഥവാ പോട്ട് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ വീണ്ടും മുന്നോട്ട് പോലെ മക്കളെ, ടെറസിൽ നമ്മൾ അത്രത്തന്നെ നമ്മൾ ചെയ്ത് പരിചയമില്ലാത്ത, എന്നാൽ നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളും തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പ് ഒരു കൃഷി രീതിയാണ് മക്കളെ ടെറസിൽ. നമ്മൾ വീടിന് ടെറസ് എന്ത് ചെയ്യുക, സെറ്റപ്പ് ആക്കിയിട്ട് അത് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത്. സോ ടെറസിലെ ഫാമിംഗ്. സോ അടുത്താണ് മക്കളെ വൈവിധ്യം, കൃഷിയിലെ വൈവിധ്യം. പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈവിധ്യமான കൃഷികൾ ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന നമ്മുടെ തെങ്ങിൻ തോപ്പ്, അടക്ക, അതുപോലെ തന്നെ തേയില, ഇതിലൊക്കെ ഒന്ന് മാറിയിട്ട് വൈവിധ്യമായ വെറൈറ്റികൾ വരുന്ന കൃഷി രീതി ഒന്നാണ് മക്കളെ നമ്മുടെ കൾട്ടിവേഷൻ ഓർ ഫാമിംഗ് ഫോർ ബനാന ലീഫ്, ഇലവാഴ കൃഷി. വാഴ കൃഷിക്ക് സാധാരണ ചെയ്യുന്നത് പഴം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റെന്തെങ്കിലും ഭക്ഷ്യവസ്തു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ഇലക്ക് വേണ്ടിയിട്ട് വാഴ കൃഷി ചെയ്യുക. വിഷു, ഓണം, കല്യാണം ഇതിനൊക്കെ സദ്യ വിളമ്പുമ്പോൾ സാധാ ഒരു പ്ലേറ്റിൽ വിളമ്പുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റിൽ സദ്യ വിളമ്പുന്നത് ആലോചിച്ച് നോക്കി മക്കളെ, എന്തൊരു ഓറ മൈനസാ. സോ മക്കൾസേ, നമ്മൾ ഇലയിൽ എന്ത് ചെയ്യാറുണ്ട്, കൃഷി ഇലക്ക് വേണ്ടിയിട്ട് വാഴ കൃഷി ചെയ്യാറുണ്ട്. സോ ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഉദ്യാന കൃഷി അഥവാ ഹോർട്ടികൾച്ചർ. നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻസിൽ, തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ. മറ്റൊരു മക്കളെ പക്ഷി വളർത്തൽ, പൗൾട്രി ഫാമിംഗ്. നമ്മുടെ ഈ ലവ് ബേർഡ്സ്, തത്തമ്മ, പ്രാവ് പോലെയുള്ള നമ്മുടെ എന്താ പറയുക, ഇണക്കി വളർത്തുന്ന ടൈപ്പുള്ള പക്ഷികൾ വളർത്തുന്നതാണ് നമ്മുടെ പൗൾട്രി ഫാമിംഗ്, പക്ഷി വളർത്തൽ എന്ന് പറഞ്ഞാൽ. ദെൻ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ഔഷധ സസ്യ കൃഷി. ആടലോടകം, അലിയോവേറ മീൻസ് കറ്റാർവാഴ, തുളസിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഔഷധ സസ്യ കൃഷി. വെറ്റില കൃഷി, ബീറ്റൽ കൾട്ടിവേഷൻ. പുഷ്പകൃഷി, ഫ്ലോറികൾച്ചർ, ഫ്ലോറികൾച്ചർ പുഷ്പകൃഷിയാണ്. ഏറ്റവും അവസാനമായിട്ടല്ല അലങ്കാര മത്സ്യകൃഷി, ഓർണമെന്റ് ഫിഷ് ഫാമിംഗ്. അവസാനമായിട്ട് നമ്മുടെ പപ്പിക്കുട്ടി, പെട്ടിക്കുട്ടി, ബീരാൻകുട്ടി ഇതിൽ വരില്ല, ഉസ്മാൻകുട്ടി ഇതിൽ വരില്ല, നമ്മുടെ മൊയിലൻകുട്ടി. ഈ പറയപ്പെട്ട കുട്ടികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങൾ, ഓമന മൃഗങ്ങളെ വളർത്തൽ അഥവാ റൈസിംഗ് ഓഫ് പെറ്റുകളും ഒരു ടൈപ്പ് കൃഷി രീതിയാകുന്നു. റെഡിയാണോ മക്കളെ? സോ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, 8ാം ക്ലാസ്സിൻ്റെ എൻ്റെ മക്കളോടാണ്. പുതിയ സ്കൂൾ, പുതിയ ടീച്ചർമാർ, പുതിയ ബുക്ക്, പുതിയ ബെഞ്ച്, പുതിയ ഫ്രണ്ട്സ്. അവർക്ക് മുന്നിലേക്ക് ഒന്ന് ഷൈൻ ചെയ്യണമെങ്കിൽ വരുന്ന ഓണം എക്സാം സെറ്റാക്കി തൂക്കി കാണിച്ചു കൊടുത്താൽ മതി മക്കളെ. വരുന്ന ഓണം എക്സാം തൂക്കാൻ എജ്യൂപോണ്ട് കൂടെ സെറ്റാക്കി തയ്യാറാണെങ്കിൽ നോക്കിയേടാ, നമ്മളൊരു ഓണത്തിന് 2 ട്രൗസറും കുപ്പായി 4 പാൻറ് എടുക്കുന്ന പൈസ കൊടുത്താൽ എജ്യൂപോണ്ട് സൂപ്പർ ബാച്ചിൽ ഒരു വർഷം ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. വരുന്ന ഓണം എക്സാമും ക്രിസ്മസും പബ്ലിക്കും എല്ലാതും തൂക്കിയിട്ട്
നല്ല മാർക്ക് വാങ്ങിയിട്ട് ഒരെ കണ്ണ് തള്ളിക്കാൻ പറ്റും. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ മക്കളെ. ഓണം എക്സാം ഫസ്റ്റ് എക്സാം നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഈ എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു PTA മീറ്റിംഗ് സ്കൂളിൽ വരാനുണ്ട്, ക്ലാസ്സിൽ വരാനുണ്ട്. സോ അതിനൊക്കെ ഷൈൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ അമ്മയുടെ ഉമ്മയുടെ മുന്നിൽ നമുക്കൊരു സമ്മാനം വാങ്ങണമെങ്കിൽ മക്കളെ പഠിച്ചു തുടങ്ങിക്കോ, സെറ്റാക്കിക്കോ. എജുബോട്ട് കൂടെ ഉണ്ടടാ. കമൻറ്റ് ബോക്സിൽ പോവാ, അവിടെ പിന്നെ ലിങ്കിൽ പോയിട്ട് പേര് ഫോൺ നമ്പർ ക്ലാസ്സിൽ അടിച്ചു കൊടുക്കുക. സാർ നിങ്ങളെ വീട്ടിൽ വിളിച്ച് സംസാരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം മക്കളെ നമുക്ക് സെറ്റ് ചെയ്യാം. റെഡിയല്ലേ? ഞാൻ അതല്ല ഇപ്പോൾ താല്പര്യമില്ല സർ, എക്സാം കഴിഞ്ഞിട്ട് മതി, എന്നാലും പ്രശ്നമില്ല മക്കളെ. ഇപ്പോൾ ഫില്ല് ചെയ്താ ഈ ഓഫർ പ്രൈസിൽ അപ്പം ഞങ്ങൾക്ക് കിട്ടും. റെഡിയില്ലേ? സോ മക്കൾസ് ഓണം എക്സാം നമുക്ക് തൂക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രൈമറി ലക്ഷ്യം. ജോയിൻ ചെയ്തോ പൊളിച്ചടക്കണം. സോ മക്കൾസ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ, വളപ്രയോഗമാകുന്നു. വളപ്രയോഗം എന്ന് പറയുമ്പോൾ ഒരു ചെടിക്ക് എന്തിനാ മാഷ വളം ഉപയോഗിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, വളപ്രയോഗത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ ചെടി വളരണമെങ്കിൽ അതിന് കിട്ടേണ്ട മൂലകങ്ങൾ, ന്യൂട്രിയൻസ്, പോഷകങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, അതിന് അളവ് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന വളപ്രയോഗത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, വിളകൾക്ക് വളരെ ആവശ്യമായ എല്ലാ മൂലകളുടെയും ലഭ്യത ഉറപ്പ് വരുത്താനാണ് വളപ്രയോഗം നടത്തുന്നത്. സോ ഈ വളം തന്നെ രണ്ട് രീതിയിലുണ്ട്. ചെടികൾക്ക് കൂടിയ അളവിൽ വളരെ വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള വളങ്ങളെ, ന്യൂട്രിയൻസിനെ, പോഷകങ്ങളെ വിളിക്കുന്ന പേര് മാക്രോ ന്യൂട്രിയൻസ്. ഇതിന് ഉദാഹരണമാണ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ. ഒരു 2-3 പഠിച്ചു വെക്കാൻ ആവശ്യം വരും. ഉദാഹരണം ചോദിക്കുമ്പോൾ എഴുതി കൊടുക്കും. ദെൻ ചെടികൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചു മതി. ഇങ്ങനെയുള്ള കൃഷി രീതി അല്ലെങ്കിൽ നമ്മുടെ പോഷകങ്ങളെ, വളങ്ങളെ വിളിക്കുന്ന പേരാണ് മൈക്രോ ന്യൂട്രിയന്റുകൾ. ആൻഡ് മക്കൾസ്, നമുക്ക് 4 ടൈപ്പ് വളങ്ങളുണ്ട്. അഥവാ ബയോ ഫെർട്ടിലൈസർ, കോമൺ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, നാനോ ഫെർട്ടിലൈസർ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ ജീവാണു വളം, കൃത്രിമ വളം, നാനോ കൃത്രിമ വളങ്ങൾ ആൻഡ് ജൈവവളം. ആദ്യം നമ്മൾ നോക്കുന്നത് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, കോമൺ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആണ്. സാധാരണ കൃത്രിമ വളങ്ങളാകുന്നു കേട്ടോ. യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളുകളായിട്ട് വരുന്നത്. കൃത്രിമ വളമാണ്. അതിന് ഏറ്റവും വലിയ മേന്മയാണ് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അത് മണ്ണിനും അവിടെ കാണുന്ന വിഘാടകർക്കും വലിയ രീതിയിലുള്ള ഹാംഫുൾനെസ്, ദോഷങ്ങൾ ചെയ്യും. എന്നാലോ അതേ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറാണ് ബഹുമാനപ്പെട്ട നാനോ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറും. പക്ഷേ ഈ ആൾ വളരെ നല്ല ആളാണ്. നാനോ ഫോസ്ഫേറ്റ്, നാനോ യൂറിയ, നാനോ മഗ്നീഷ്യം ഇതിൻ്റെ എക്സാമ്പിളുകളെങ്കിലും മക്കളെ, ഈ പറയപ്പെട്ട നാനോ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറുകൾ നമ്മുടെ മണ്ണിനോ, മണ്ണിൽ കാണുന്ന വിഘാടകർക്കോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാക്കൂല, യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യൂല. അത് മാത്രമല്ല ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും പറ്റും. സോ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അതൊക്കെ ഇല്ലാത്തൊരു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറാണ് നാനോ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ. ഇതിന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ബയോ ഫെർട്ടിലൈസർ. ബയോ ഫെർട്ടിലൈസർ അഥവാ ജീവാണുവളം. 3 ആൾക്കാരുണ്ട്: മൈക്കോറൈസ, റൈസോബിയം ആൻഡ് അസോസ്പൈരില്ലം. മകളെ, ഇവരുടെ മണ്ണിൽ പോയിട്ട് നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ ഫിക്സിങ്ങിന്, സ്ഥിരീകരണത്തിനാണ് സഹായിക്കുക. പക്ഷേ എന്താണ് ഫിക്സിംഗ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് സാറ് പറഞ്ഞു തരാം. എടാ, നൈട്രജനും ഫോസ്ഫറസ് പോലെയുള്ള ബോണ്ടഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ ബോണ്ട് പൊട്ടിച്ച് അവരെ ഫ്രീ ആക്കുക. ഇത്ര ഓർത്ത് വെച്ചാൽ ഇതാണ് എന്ത് ഫിക്സിംഗ് എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഇങ്ങനെ അല്ലെങ്കിലും ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോ. സോ ഇതിനെ സഹായിക്കുന്ന, മണ്ണിനോ വിഘടകർക്കോ ഒരു പ്രശ്നം ചെയ്യാത്ത വളമാണ് മക്കളെ ജീവാണുവളം. ജീവനുള്ള ചില അണുക്കളാണ് അവിടെ വളമായിട്ട് പ്രവർത്തിക്കുന്നത്. മൈക്കോറൈസ, അസോസ്പൈരിലം ആൻഡ് റൈസോബിയം. അവസാനം 4ാമത് ടൈപ്പ് വളമാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ അഥവാ ജൈവവളം. ചാണകം, കമ്പോസ്റ്റ്, എല്ലുപൊടി, ആട്ടുംകാശ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്? ജൈവവളം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ജൈവ അവശിഷ്ടങ്ങളാണ് അഥവാ ബയോ റെസിഡ്യൂസ് ആണ് ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ. മണ്ണിനോ വിഘടകർക്ക് യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല എങ്കിൽ പോലും ചെടികൾക്ക് ഇത് ഒരു വളമായിട്ട് മാറണമെങ്കിൽ ഒരുപാട് രീതിയിലുള്ള കാലതാമസം, ലോങ് പീരീഡിൽ നല്ല രീതിയിലുള്ള കാലതാമസം വരാറുണ്ട്. ദെൻ മറ്റൊന്ന് മക്കളെ, ഇൻഡിജീനസ് വെറൈറ്റീസ്, നാടൻ ഇനങ്ങൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആകുന്നു. നാടൻ ഇനങ്ങൾ നമ്മൾ വളർത്തുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ നാടൻ വിളകൾ അല്ലെങ്കിൽ നാടൻ ഇനങ്ങൾ ആ നാട്ടിൽ സ്ഥിരമായി വളരുന്ന ഇനമായതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകമായിട്ട് വളമയോ അതുപോലെ കീടനാശിനിയൊന്നും ഉപയോഗിക്കേണ്ട. അത് ഓട്ടോമാറ്റിക് ഉണ്ടായി വന്നോളും. അത് മാത്രമല്ല, നമുക്ക് നല്ല ആരോഗ്യമായ ഫുഡ് കഴിക്കാനും പറ്റും. ഈ കീടങ്ങളും നശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കോളജിക്കൽ ബാലൻസ്, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലവും കുറവാണ്, കോസ്റ്റ് എഫക്റ്റീവുമാണ്.
ഓക്കെ റെഡി. എന്നാലും മക്കൾസെ നടീൽ വസ്തുക്കൾ നടുന്ന പ്ലാന്റ് ചെയ്യുന്ന ടെക്നിക്കുകൾ, ഇതാണ് നടീൽ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ രണ്ടാൾക്കാർ, ഒന്ന് GM വിളകളും മറ്റൊന്ന് ടിഷ്യൂ കൾച്ചറും. മക്കളെ GM എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ്, ജീനിൽ മാറ്റം വരുത്തിയ വിളകൾ, ഇതാണ് GM വിളകൾ. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജീനിന്റെ ഘടനയിൽ ഉത്കൃഷ്ടമായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി പുതിയ പുതിയ സ്വഭാവം ഉൾച്ചേർക്കാൻ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇങ്ങനെ ചെയ്തിട്ടുള്ള വിളകളെ വിളിക്കുന്ന പേരാണ് GM വിളകൾ, GM ക്രോപ്പ്. ഇതിന് ഉദാഹരണമാണ് മകളെ കോട്ടൺ പ്ലാന്റ് റെസിസ്റ്റ് പെസ്റ്റ് അറ്റാക്ക്, നമ്മുടെ ഈ പറക്കുന്ന കീടബാധകളെ ചെറുക്കുന്ന പരുത്തിച്ചെടി, അതുപോലെ തന്നെ ഈ കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീന്, വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിനങ്ങളൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാകുന്നു. അടുത്ത ടിഷ്യൂ കൾച്ചർ, കോശങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ. ഈ ഒരു ചെടിയുടെ പ്രത്യേക ഭാഗത്ത് നമ്മൾ വേർതിരിച്ചെടുത്ത ടിഷ്യൂവിനെ ഒരു പോഷക മാധ്യമത്തിട്ട് വളർത്തുകയാണെങ്കിൽ ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവ ഗുണങ്ങളുള്ള ഒരുപാട് തൈ ഇനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കൃഷി രീതി കൂടിയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ജലത്തിന് അളവ് വളരെ ഉപയോഗം കുറഞ്ഞിട്ടുള്ള ജലസേചന ഇറിഗേഷൻ ടെക്നിക്കിൽ ഒന്നാമതാണ് ഹരിതഗൃഹം അഥവാ ഗ്രീൻ ഹൗസ്. പോളിത്തീൻ, നൈലോൺ പോലെയുള്ള ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഭാഗത്തെ മറച്ച് സൈഡുകളൊക്കെ ട്രാപ്പുകൾ മീൻസ് വലകളും കെണ്ണിക്ക് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിൽ കൃത്യമായിട്ട് എല്ലാ സമയത്തും ഒരേ ഒരു താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. തണുപ്പ് കാലാവട്ടെ ചൂട് കാലാവട്ടെ അതിനുള്ളിൽ കൃത്യമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ കാലഘട്ടത്തിലും എല്ലാ സീസണിലും നമുക്ക് ഒരേപോലെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കൃഷി രീതിയാണ് ഹരിതഗൃഹം. അടുത്തത് തുള്ളി തുള്ളിയായിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം വേരിലൊക്കെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയുടെ പേരാണ് തുള്ളി നന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ. അതല്ല ഒരു കോട്ടന്റെ പരുത്തിയുടെ തുണി കൊണ്ട് ആ വേരിലേക്ക് ആവശ്യമായ ജലം അങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ ഈ രീതിയുടെ പേര് വിക്ക് ഇറിഗേഷൻ അഥവാ തിരിനന. ദെൻ നമ്മുടെ വൈക്കോല് കൊണ്ടോ കരിയിലകൾ കൊണ്ടോ മണ്ണിനെ മുഴുവൻ മറക്കച്ചിട്ട് അവിടെയുള്ള വെള്ളത്തിന്റെ ബാഷ്പീകരണം തടയുകയും മണ്ണിന്റെ ഈ ഫലഭൂഷത കൂട്ടുകയും ചെയ്യുന്ന കൃഷി രീതിയുടെ പേരാണ് മൾച്ചിങ് അഥവാ പുതയിടൽ. മണ്ണിനെ പുതപ്പിക്കുക കരിയിലകളും വൈക്കോലും കൊണ്ടിട്ട്, ഇതാണ് മൾച്ചിങ് എന്ന് പറഞ്ഞാൽ. റെഡി. അടുത്ത നമ്മുടെ പെസ്റ്റ് കൺട്രോൾ അഥവാ തന്നെ IPM, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, സംയോജിത കീട നിയന്ത്രണം. അഥവാ എല്ലാ കീടങ്ങളെയും ഒരുമിച്ചാണ് കൊന്നു കളയുന്നതിന് പകരം അതിൻ്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെണികൾ വെച്ചിട്ടോ അതുപോലെയുള്ള മിത്ര കീടങ്ങൾ ഉപയോഗിച്ച് ഫ്രണ്ട്ലി പെസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ ഈ കീടങ്ങൾക്കെതിരെ ഓൾറെഡി പ്രതിരോധമുള്ള വിത്തക ഉപയോഗിച്ചുകൊണ്ടോ അവരുടെ എണ്ണം ഗണ്യമായ രീതിയിൽ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. ഇതാണ് സംയോജിത കൃഷി കീട നിയന്ത്രണം അഥവാ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ദെൻ ഈ ഭാഗത്ത് നമ്മൾ 3 കീടങ്ങളെ കണ്ടുപിടിക്കണം, പേര് പഠിക്കണം. ഒന്ന് മക്കളെ ഈ കാണുന്ന പയറിന്റെ കായ തുരക്കുന്ന കായതുരപ്പൻ. അടുത്തത് ഈ ഇല ചുരുട്ടുന്ന ഇല ചുരുട്ടിപ്പോയോ അഥവാ ലീഫ് റോളിംഗ് കാറ്റർപില്ലർ. ഈ കാണുന്ന വെണ്ടയുടെ തണ്ടു തുരക്കുന്ന തണ്ടു തുരപ്പൻ അഥവാ സ്റ്റെം ബോറർ. ദെൻ അടുത്ത മക്കളെ സംയോജിത കൃഷി രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് കൃഷികളെ ഒരുമിച്ച് ചെയ്യുന്ന രീതിയിൽ വിളിക്കുന്ന പേരാണ് സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത സ്മാർട്ട് ഫാമിംഗ് ആണ്. നമ്മുടെ ഈ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഫാമിങ്ങിനെ നമ്മുടെ കൃഷി രീതി ഒന്നുകൊണ്ട് അഡ്വാൻസ് ലെവലിൽ കൊണ്ടുപോകുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ടെക്നോളജികൾ കൃത്യമായിട്ട് ഫാമിന് ഉപയോഗിക്കുക. അതായത് 4 തരത്തിലുള്ള ടെക്നോളജി അഥവാ ഒന്ന് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ IoT മെഷീനും സെൻസറും ഉപയോഗിക്കുന്ന രീതിയാണ് IoT. അതല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സോ എയറോപോണിക്സോ പോലെയുള്ള സ്മാർട്ട് ഫാമിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാം. ഓക്കെ അല്ലേ? സോ ടെക്നോളജികൾ നമ്മൾ ഫാമിങ്ങിൽ കൃഷി രീതിയിൽ കൊണ്ടുവരുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്താണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഒരു വിളകൾക്ക് എന്തെങ്കിലും മണത്തിലോ രുചിയിലോ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവിലോ ഗുണമേന്മയിലൊക്കെ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെങ്കിൽ ആ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വിളയെ സൂചിപ്പിക്കുന്നു. ആൻഡ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഭൗമ സൂചിക പദവി അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. മക്കളെ നോക്കിക്കടാ, 5 ഉദാഹരണമുണ്ട്. പാലക്കാടൻ മട്ടയരി, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവളരി ആൻഡ് തിരൂർ വെറ്റില. ഇതൊക്കെ ഒരു സ്ഥലത്തിന്റെ പേര് മുന്നേയുള്ള വിളകൾക്ക് ഉദാഹരണങ്ങളാകുന്നു. ഓക്കെ അല്ലേ മക്കളെ? സോ നിങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് ഇതിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്ത ജൂലൈ 31 പുതിയ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മക്കളെ നോക്കി ചെറിയ ഒരു ചോക്ലേറ്റ് എമൗണ്ടിലാണ് നമുക്കിത് ലഭിക്കുന്നത്. സോ മക്കൾസ് ഇപ്പം തന്നെ ഫില്ല് ചെയ്യുക ആൻഡ് എൻജോയ് ചെയ്യുക, പഠിക്കുക, പൊളിക്കുക, പൊളിച്ചടക്കുക. സോ സീ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.